ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. നിർത്തണോ? തീരെ ശരിയായില്ല. കുത്തിയത് ശരിയായില്ല, വീണത് ശരിയായില്ല, ഒന്നും ശരിയായില്ല. എന്റെ വിഷ്ണുദത്തൻ കഴിഞ്ഞ രംഗം വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തൊരു ശുദ്ധമനസ്കനാണ്. പക്ഷെ ഈ സീനിൽ അങ്ങനെയല്ല. ഇവിടെ അയാൾ ഒരു മൃഗമായി മാറുകയാണ്, ഒരു സിംഹത്തെ പോലെ അമറുകയാണ്. ആ വികാര വിക്ഷോഭങ്ങളുടെ 10% രാഹുലിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ല. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയത്. എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ, എത്ര കൊല്ലൽ? 2 കൊല്ലൽ, അത് പോരാ. മിനിമം 4 കൊല്ലൽ വേണം. എന്നെ കൊല്ലല്ലേ 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 കൊല്ലല്ലേ. ഓഹോ, കൊല്ലല്ലേ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ. പാട്ട് പാടണോ? ചാകാൻ പോകുന്നു. മാമു, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ഗുണം അനുസരണശീലമാണെന്ന്. ഓഹോ, സംവിധായകൻ വിവരക്കേട് പറഞ്ഞാൽ അതും നമ്മൾ അനുസരിക്കണം. പക്ഷെ രാഹുലിന്റെ അഭിനയം പോരാ കേട്ടോ. എങ്ങനെ തന്നോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചു? എവിടെ വിളിയത്? ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ സംഭാവന പിരിച്ച് നടത്തുന്ന നാടകം ആവുമ്പോഴേ ഞങ്ങൾ അഭിപ്രായം പറയും. നാടകത്തെ പറ്റി അഭിപ്രായം പറയാൻ ഞാനുണ്ട് ഇവിടെ. നാടകൃത്തും സംവിധായകനുമായ ഈ ഞാൻ. പോരാത്തതിന് ഞാനും ഉണ്ടല്ലോ. ഈ വങ്കന്മാരെ ഒന്നും ഇതിനകത്ത് കയറ്റരുതെന്ന് ഞാൻ ബാലൂർ നേരത്തെ പറഞ്ഞതല്ലേ. ഞങ്ങളുടെ വിളിയത് ഈ തുക്കള നാടകം കണ്ടെങ്കിൽ അമ്പലപ്പറമ്പിലോട്ട് വാ, കൂടി തോലയ്ക്ക് ഞാൻ. എങ്കിലേ സ്റ്റേജിൽ നേരെ ഇറങ്ങി വന്ന് ഇത് നിന്റെ പള്ളക്ക് ഞാൻ കയറ്റും. ബാക്കിയുള്ളവർ അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ നാട്ടുകാർ നാടകം എന്തെന്ന് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. നമുക്ക് തുടങ്ങാം. അപ്പം മറ്റുള്ളവരോടെ ജോസും മാത്തച്ഛനൊക്കെ ഞങ്ങളുടെ സീൻ മാത്രം നോക്കിയാൽ മതിയോ? അവർ വരുമ്പോ വരട്ടെ. ഈ ക്ലൈമാക്സ് എങ്കിലും ഒന്ന് നേരെയാക്കാം. തുടങ്ങ്. ദേ, നടിയും മ്യൂസിക്കും വന്നാ പിന്നെ ഒന്നിനും നേരം കിട്ടില്ല. അതിന് നടി എവിടെ? എന്ത് നടി? ഈ പുലി വരുന്നു എന്ന് ഭീഷണിയേ ഉള്ളൂ. പുലി ഇല്ല. അതിന് നല്ലൊരു തുക അഡ്വാൻസ് കൊടുത്താലേ പുലി വരുള്ളൂ. തുടങ്ങുന്നേ. അത് ശരി. അപ്പൊ ഞാൻ ഒളിക്കുന്നിടം മുതൽ തുടങ്ങാം. രാഹുൽ, ആ സിംഹം വരുന്നത് പോലെ ഒന്ന് അലറിക്കൊണ്ട് വരൂ പ്ലീസ്. അത് പോരാ, ആദ്യം മാമു വരുമ്പോ നല്ല പേടി വേണം. കാണട്ടെ. അല്ലല്ല, ആ സിംഹത്തെ പോലെ അലറിക്കൊണ്ട് വരുന്നത് ഒന്ന് കാണിച്ചേ. ഞാൻ കാണിക്കാം. കാണിക്കാം. ആരാ കൂവിയത്? എന്തിനാ കൂവിയത്? ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാ. ഒരുത്തരം ഇവിടെ ഇരിക്കണ്ട. അല്ല ബാലു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടുകാർ നാടകം എന്താണെന്ന് മനസ്സിലാക്കട്ടെ, കണ്ടു പഠിക്കട്ടെ. പഠിച്ചിടത്തോളം മതി. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഒരുത്തന്റെ അഭിനയം കണ്ടില്ലേ? നമ്മളെ കൂടെ കാശാ ബാലു. അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും പോവാൻ തോന്നി. ഭയങ്കര ഓവറായി പോയി കേട്ടോ. എടോ, നാടകം എന്ന് പറഞ്ഞാൽ കുറെ ഓവറാണ്. കാരണം അത് നാടകമാണ്. മൈതാനത്തിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്നതിന് കൂടി വേണ്ടിയാണ് നമ്മൾ അഭിനയിക്കുന്നത്. എന്നാൽ ഇത് ഇത്തിരി കട്ടിയായി. അപ്പോഴേ എനിക്ക് ഈ റോള് വേണ്ട. ഇവന്റെ ഒക്കെ കുത്തുകൊണ്ട് ഞാൻ വീഴുന്നത് എന്റെ ആരത് സഹിക്കില്ല. എനിക്ക് ആ സന്യാസിയുടെ റോള് മതി. സന്യാസിയോ? നീയോ? ഈ മുഖം സന്യാസിക്ക് പറ്റിയതല്ല. എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട. പക്ഷേ ഞാൻ ജോസിനേക്കാൾ സുന്ദരനാണ്. അവന് സന്യാസിയാകാമെങ്കിൽ എനിക്ക് മഹർഷിയാകാം. ജോസിനെ അഭിനയിക്കാൻ അറിയാം. വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം. അയ്യോ, ഇതെന്തത്ഭുതം! ഇതേ വഴി വെച്ച് നമ്മൾ 3-ാം തവണ തമ്മിൽ കാണുന്നത്. അതും തിരിച്ചു ഔചാരികമായിട്ട്. ഗോവിന്ദൻകുട്ടി ഞാൻ ഇന്നലെയും കണ്ടില്ല. ഞാൻ അങ്ങോട്ടാ. ചിലപ്പോ കുട്ടി എന്നും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിട്ടാവും ദൈവം ഗോവിന്ദൻകുട്ടി കാണാൻ എന്നെ സമ്മതിക്കാത്തത്. കുട്ടി ഇപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ലേ? ഇയാൾ ഇത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഞാൻ ചേട്ടനോട് പറയും, നോക്കിക്കോ. അയ്യോ, അതിനെ ഞാനൊന്നും ചെയ്തില്ലല്ലോ. വെറുതെ തടി ചീത്തയാക്കണ്ട. എങ്ങനെ? ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്ത് രംഗം? കുട്ടി ഒന്ന് മനസ്സിലാക്കണം. എന്റെ വീട്ടിൽ ഏറ്റവും ഡീസന്റ് ഞാന്, അറിയോ? റിഹേഴ്സലിന് വരാതെ നീ പെണ്ണിന്റെ പറയാ വായി നോക്കി നടക്കല്ലേ?
പിടിവിട്ടോളൂ, ഞാനിനി ഓടുന്നില്ല. ഇല്ല, എല്ലാം ഓർഡർ ചെയ്ത ശേഷമേ പിടിവിടൂ. രാമനാരെ ജോസിന്റെ മൊഴി എടുത്തോളൂ. ഇന്നത്തെ ഇര ജോസാണോ? ഇവരെ ഒന്ന് ശിക്ഷിക്കണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നതാ. കാലത്ത് 6 മണിക്ക് റിഹേഴ്സൽ വെച്ചു, വന്നില്ല. എന്നിട്ട് നാരായണക്കുറിപ്പിന്റെ മോളില്ലേ അവരുടെ പുറകെ വാലാട്ടി നടക്കുക. ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചതാ. ഓർഡർ കൊടുക്കണം. 4 സ്ട്രോങ് ചായ. പിന്നെ ഒന്നുമില്ല, കാശില്ല. കാശില്ലേ? അതെടുക്കരുത്. ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ വെച്ച പണം അത്. വിഭവസമൃദ്ധമായ ചായയോടിക്ക് വരെ അർപ്പണം ചെയ്യൂ. ഇങ്ങോട്ട് ഒന്ന് പറ. എന്റെ കൂളിംഗ് ഗ്ലാസ്. ഈടാ കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിൽ ചത്തുപോയൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങൾ അറിയാതെ അവരെ നോക്കി വെള്ളമിറക്കാനുള്ളതാണ് ഈ കൂളിംഗ് ഗ്ലാസ്. അതിനൊന്നും അല്ല, കണ്ണിനൊരു തണുപ്പ് കിട്ടാനാ. നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ പ്രേമരോഗി. പോരട്ടെ പോരട്ടെ. പെട്ടെന്നാവട്ടെ, വിശന്നിട്ട് വയ്യ. എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവച്ചു കൊടുത്താലേ ബാക്കിയുള്ളവർക്കും കൊടുക്കും. കണ്ണിന്റെ മിസൈലിന്റെ നടുവിലാണ് ഒരു ജവാന്റെ ജീവിതം. ഏത് നിമിഷവും ജീവൻ പോകാം. പട്ടാളത്തിൽ ചേർന്നുണ്ട് എന്നോട് പറഞ്ഞോളൂ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. അയ്യോ, എനിക്ക് വേണ്ട. അപ്പോ എന്നെ വിട്ടേ. നമ്പർ 49 ബറ്റാലിയൻ ചായക്കട ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ടെന്ന് മെസ്സേജ് കിട്ടി. ആക്രമണത്തിൽ ഞാനും പങ്കുചേരാം. മാത്തച്ച, തനി തോന്നിയാസാണ് മാത്തച്ഛൻ കാണിച്ചത്. ക്യോ? കാലത്ത് 6 മണിക്ക് റിഹേഴ്സൽ വെച്ചിട്ട് മാഫ് കീജിയെ, എനിക്ക് രാവിലെ ചെറിയൊരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു. ഹമാര ഹംസ കെ സാത്ത്. 1/2 സീനും 5 ഡയലോഗും ഉള്ള എനിക്കും റിഹേഴ്സൽ വേണോ ബാലുഭായി? എല്ലാ തൊലിയന്മാരും ഇങ്ങനെ തുടങ്ങിയ നാടകം ഞാൻ വേണ്ടെന്ന് വെക്കും. അതാ നല്ലത്. ഇത്രയും നാട്ടൊരു നടിയെ പോയി സംഘടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് പെൺവേഷം വേണമെങ്കിൽ ഞാൻ കേട്ടാ. ഞാൻ പോവാ. നാളെ വണ്ടി CC അടക്കേണ്ട ദിവസം. ഇന്ന് വല്ല ഓടി കിട്ടിയില്ലെങ്കിലേ ഞാൻ വേഷം മാറി കക്കാൻ ഇറങ്ങേണ്ടി വരും. അതിന് വേഷം മാറേണ്ട കാര്യമില്ലല്ലോ. അരെ ബായ് തു ഇതർ ഹേ. ഇതറാക്കി എന്റെ കാശിനാ 3 കൂടെ തിന്നുന്ന. താനും കൂടെ തിന്ന്. രാഹുൽ ബൈഠോ. 1962 ഞങ്ങളുടെ കൂടെ സിയാച്ചിൻ മേഖലയിൽ ഒരു ഭൂപീന്ദർ സിംഗ് കുളു കേൾക്കാൻ എന്നെ കെട്ടുകയില്ല. ഇവരെ കൊന്നോണ്ടിരുന്നു. ഞാൻ പോവാ. മൂപ്പർ ഒരിക്കൽ ട്രഞ്ച് കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു ഗ്രനേഡ് കിട്ടി. പഴം ഇറങ്ങി പൊരിഞ്ഞ് യുദ്ധം നടക്കുന്ന സമയം ഞാനൊരു 10-30 ചൈനക്കാരെ ഓടിച്ചിട്ട് വെടിവെച്ച് വന്നു. അപ്പൊ ഈ ഭൂപേന്ദ്ര സിംഗ് പറഞ്ഞു, മുജേ ഭി ഏക് ചീന വാല കോ മർനാ ചാഹിയേ. എനിക്കും ഒരു ചൈനക്കാരനെ കൊല്ലണമെന്ന്. ഞാൻ എന്റെ ഗൺ കൊടുത്തു. മാത്തച്ച വേണ്ട. ഗൺ കൊടുക്കട്ടെ? ഗൺ കൊടുത്തു, പക്ഷേ ഈ കഥ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാലു, ഇതാരാണ് നോക്കി? നിന്റെ TCC കാരി.